വി എസ് രഞ്ജിത്ത് എത്തുന്ന വാർത്ത ഇപ്പോൾ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിലൊരു അച്ചടക്ക സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ അച്ചടക്ക സമിതി ഇപ്പോൾ മൊഴിയെടുക്കാൻ അവിടെ എത്തുന്നു. ഒരു ഭാഗത്ത് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. അംഗസമിതിയുടെ ഒരു അന്വേഷണം കൂടി നടക്കാൻ പോവുകയാണ്. അതിന്റെ വിവരങ്ങളാണ് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ കോഴിക്കോട് നിന്നും പങ്കുവയ്ക്കുന്നത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, വി എസ് രഞ്ജിത്തിനെ മിസ് ചെയ്യുന്നുണ്ട് കലോത്സവത്തിൽ നിന്ന് പോയതിനു ശേഷം. എങ്കിലും വലിയ വാർത്തയുമായിട്ടാണ് വി എസ് രഞ്ജിത്ത് വരുന്നത്. DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ, തീർച്ചയായിട്ടും ഇന്ന് 10:30 മണിയോടുകൂടി KPCCയുടെ ഉപസമിതി വയനാട്ടിലേക്ക് എത്തും. ആദ്യം DCCയുടെ ഭാരവാഹികളുമായി സംസാരിക്കും. ഇതിൽ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള IC ബാലകൃഷ്ണന്റെയും ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം NM വിജയന്റെ കുടുംബത്തെ കാണും എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കത്തും വിവാദമായിട്ടുള്ള കത്തുമൊക്കെ വ്യാജമാണ് എന്നൊരു നിലപാടാണ് ഇതുവരെ KPCCയും കോൺഗ്രസിന്റെ നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇന്നലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുപോലെ ഈ NM വിജയന്റെ കുടുംബത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. NM വിജയന്റെ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ല എന്നാണ് KPCC പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഭീഷണിയുടെ സ്വരം ആ കുടുംബത്തിന്റെ വാക്കുകളിൽ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുപോലെ ആ കുടുംബത്തിനെതിരെ രംഗത്ത് വരികയും അതേസമയം ഒരു ഉപസമിതി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഈ കാര്യത്തിലൊരു ആകാംക്ഷയുള്ള അല്ലെങ്കിൽ വിരോധാഭാസമായി നമുക്ക് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യം. മാത്രമല്ല, ഇന്നിപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ അന്വേഷണ സംഘം ഈ കത്തിൻ്റെ എത്രത്തോളം ഈ കത്ത് വ്യാജമാണ് അല്ലെങ്കിൽ സത്യസന്ധമാണ് എന്ന കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഫോറൻസിക് പരിശോധന ഉണ്ടാകും. ഏതായാലും ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K ജയന്തും സണ്ണി ജോസഫും TN പ്രതാപനും ഉൾപ്പെടെയുള്ള സംഘമാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. 10:30 മണിയോടുകൂടി അവർ DCC ഓഫീസിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഡോക്ടർ അരുൺ.